കൃഷ്ണദർശനത്തിൻ്റെ ഈ അധ്യായം അതിൻ്റെ മിഴികൾ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ സന്തോഷത്തിലാണ്, വളരെ ആമോദത്തിലാണ്. കാരണം വലിയ ഒരു ആസുരിക ജന്മത്തെ എന്ന് വെച്ചാൽ കാളിയൻ എന്ന് പറയുന്ന ഒരു ആഭാസത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി സ്വന്തം അമ്മയ്ക്കും വൃന്ദാവനവാസികൾക്കും ആടുകൾക്കും എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു കണിക പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ജീവിതയാത്ര അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. ആ ജീവിതയാത്രയുടെ ഒരു വലിയ പരിണാമം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ സിദ്ധാന്തങ്ങളിലേക്ക്, ആ ഒരു ഭവ്യതയിലേക്കുള്ള ഒരു യാത്ര. തീർച്ചയായിട്ടും കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. ആ കണ്ണൻ്റെ സഹായഹസ്തവും തീർച്ചയായിട്ടും നമ്മെ സഹായിക്കാൻ ഉണ്ടാകുമെന്ന പരിപൂർണമായ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഹിന്ദുധർമ്മ രക്ഷാസമിതി കണ്ണൻ്റെ കൂടെയാണ്, കണ്ണൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. എന്തോ ഭാഗ്യവശാൽ കണ്ണൻ നമ്മുടെ കൂടെയുമുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാം കൃഷ്ണദർശനത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹിന്ദു ധർമ്മരക്ഷാസമിതി പ്രവർത്തകരെ, കൃഷ്ണൻ്റെ കൂടെ നമുക്കൊരു യാത്ര പോകാം. ഇന്ന് ദാവാഗ്നി മോക്ഷം. കാളിയൻ തൻ്റെ മനോഹരമായ അധിവാസ കേന്ദ്രം വിട്ടുപോകുന്നതും ഗരുഡന് കാളിയനോട് ഇത്രയും കടുത്ത ശത്രുത വന്നതും എന്തുകൊണ്ടാണെന്ന് കാളിയമർദ്ദനത്തിൻ്റെ കഥ കേട്ടപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു. അപ്പോൾ ശുകദേവ ഗോസ്വാമി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ കഥ? നാഗാലയം എന്ന ദ്വീപ് സർപ്പങ്ങളുടെ ആവാസ സ്ഥാനമായിരുന്നു. പാമ്പുകളെ തിന്നുന്നത് ശീലമായിരുന്നതിനാൽ ഗരുഡൻ ഈ ദ്വീപിലെത്തി അനേക സർപ്പങ്ങളെ കൊന്നൊടുക്കി. അവയിൽ ചിലതിനെയൊക്കെ ഗരുഡൻ തിന്നു, പലതിനെയും വെറുതെ കൊന്നു. ഉരക സമൂഹം ആകെ അസ്വസ്ഥമായി. ഒടുവിൽ അവരുടെ നായകനായ വാസുകി ബ്രഹ്മാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചു. ഗരുഡൻ ശല്യമുണ്ടാക്കാതിരിക്കാൻ ബ്രഹ്മാവ് ചില ക്രമീകരണങ്ങളൊക്കെ നടപ്പിലാക്കി. അർദ്ധചന്ദ്രന്റെ നാളുകളിൽ, സപ്തമി അഷ്ടമി തിഥികളിൽ ഉരക സമൂഹം ഒരു പാമ്പിനെ ഗരുഡന് സമർപ്പിക്കണം. ഒരു വൃക്ഷത്തിൻ്റെ കീഴിൽ ബലിദ്രവ്യമായിട്ട് വേണം പാമ്പിനെ സമർപ്പിക്കാൻ. ഗരുഡൻ ഈ വ്യവസ്ഥ കൊണ്ട് സംതൃപ്തനായി. തുടർന്ന് ഗരുഡൻ സർപ്പങ്ങളെ ശല്യപ്പെടുത്താൻ പോയതുമില്ല. ഇതായിരുന്നു അതിനാസ്പദമായി ഗോസ്വാമി സ്വാമികൾ അവതരിപ്പിച്ച കഥ. എന്നാൽ ക്രമേണ കാളിയൻ ഈ തക്കം മുതലാക്കി. ഭൗതിക ശക്തിയുടെയും താൻ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന വിഷത്തിൻ്റെയും പേരിൽ അഹങ്കരിച്ച അയാൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തിനാണ് ഗരുഡന് ബലി അർപ്പിക്കുന്നത്? അന്നു മുതൽ ഗരുഡന് ബലി നിർത്തലാക്കി. പകരം ഗരുഡന് ബലി അർപ്പിക്കാനുള്ള സർപ്പത്തെ അയാൾ തന്നെ തിന്നാൻ തുടങ്ങി. ഈ കാളിയൻ തന്നെ തിന്നാൻ തുടങ്ങി. ഇതറിഞ്ഞതോടെ മഹാഭക്തനും വിഷ്ണുവിൻ്റെ വാഹനവുമായ ഗരുഡൻ അത്യന്തം കുപിതനായി. ഉടൻ തന്നെ ധിക്കാരിയായ ആ സർപ്പത്തെ ഹിംസിക്കാൻ ആ ദ്വീപിൽ പറന്നെത്തി. ഗരുഡനോട് ഏറ്റുമുട്ടാൻ തന്നെ കാളിയൻ തീരുമാനിച്ചു. തൻ്റെ അനേകം ഭണങ്ങളും കൂർത്തുമൂർത്ത വിഷപ്പല്ലുകളുമായി കാളിയൻ ഗരുഡനെ നേരിട്ടു. കാളിയൻ ഗരുഡനെ കടിക്കാൻ നോക്കി. താർഷ്യപുത്രനായ ഗരുഡൻ വർദ്ധിച്ച കോപത്തോടും മഹാവിഷ്ണുവിൻ്റെ വാഹനമാകാനുള്ള അർഹത തെളിയിക്കുന്ന ശക്തിയോടും കൂടി തൻ്റെ ദീപ്രശോഭയുള്ള സ്വർണ്ണ ചിറകുകൾ കൊണ്ട് കാളിയനെ ആക്രമിച്ചു. കദ്രുസൂതൻ എന്നറിയപ്പെടുന്ന കാളിയൻ തൽക്ഷണം അവിടെ നിന്നും പ്രാണനും കൊണ്ട് ഓടി. യമുനാ നദിക്കിടയിൽ കാളിയ ആധമമെന്ന ഹൃദയത്തിൽ പോയി ഒളിച്ചു. ആ പ്രദേശം ഗരുഡന് അപ്രാപ്യമായിരുന്നു എന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി എന്നതാണ് സത്യം. യമുനയിലെ ജലാന്തർഭാഗത്ത് പോയി ഒളിക്കാൻ കാളിയന് പല കാരണങ്ങളുമുണ്ട്. കാളിയന്റെ രാജ്യത്ത് സർപ്പങ്ങളെ തിന്നാൻ പോയിരുന്നത് പോലെ മീനിനെ തിന്നാനായി ഗരുഡൻ യമുനാ നദിയിലും പോകാറുണ്ടായിരുന്നു. എന്നാൽ അവിടെ സൗഭരി മുനി എന്ന ഒരു മഹായോഗി ജലത്തിനടിയിലായിരുന്നു ധ്യാനിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹം മത്സ്യങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അവിടെ വന്ന് മത്സ്യങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് യോഗി ഗരുഡനോട് പറഞ്ഞു. ഗരുഡൻ ആരുടെയും ആജ്ഞയ്ക്ക് വിധേയനായില്ലെങ്കിലും മഹാവിഷ്ണുവിൻ്റെ വാഹനമെന്ന നിലയ്ക്ക് യോഗിയുടെ ആജ്ഞയെ ധിക്കരിച്ചില്ല. അവിടെ താമസിച്ച് അനേകം മത്സ്യങ്ങളെ കൊന്നു തിന്നുന്നതിന് പകരം മത്സ്യങ്ങളുടെ നായകനായ ഒരു വലിയ മത്സ്യത്തെയും കൊത്തിക്കൊണ്ട് പറന്നുയർന്നു. ഇതിൽ മുനിക്ക് ദുഃഖം തോന്നി. മത്സ്യങ്ങളുടെ രക്ഷയെ കരുതി അദ്ദേഹം ഗരുഡനെ ശപിച്ചു. ഇന്നു മുതൽ മേലിൽ
എന്നെങ്കിലും ഗരുഡൻ മത്സ്യങ്ങളെ പിടിക്കാൻ ഇവിടെ വന്നാൽ എൻ്റെ സർവശക്തിയോടും കൂടി ഞാൻ പറയുന്നു, അവൻ തൽക്ഷണം വധിക്കപ്പെടും എന്നതായിരുന്നു അവിടുത്തെ പ്രഖ്യാപനം. ഈ ശാപവൃത്താന്തം കാളിയൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ശാപത്തെ ഭയന്ന് ഗരുഡൻ അവിടെ വരികയില്ലെന്ന് കാളിയന് തികഞ്ഞ വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ യമുനയിലെ ഹൃദത്തിൽ അഭയം തേടുകയാണ് ബുദ്ധി എന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ കാളിയൻ സൗഭരി മുനിയിൽ അഭയം തേടിയത് വേണ്ടത്ര വിജയിച്ചില്ല. ഗരുഡന്റെയും നാഥനായ കൃഷ്ണൻ കാളിയനെ അവിടെ നിന്ന് ഓടിച്ചു. പരമ്പൊരുളായ ഭഗവാനോട് നേരിട്ട് ബന്ധമുള്ള ഗരുഡൻ ആരുടെയും ശാപത്തിനോ ആജ്ഞയ്ക്കോ വിധേയനാകില്ല എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഗരുഡനെ സൗഭരി മുനി ശപിച്ചത് അപരാധം തന്നെയാണെന്ന് ഭാഗവതത്തിലും പറയുന്നുണ്ട്. പകരം വീട്ടാൻ ഗരുഡൻ തയ്യാറായില്ലെങ്കിലും ആ ഒരു മഹാ വൈഷ്ണവനോട് മുനി കാണിച്ച അപരാധത്തിൽ നിന്ന് മുനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ അപരാധത്തിന്റെ ഫലമായി സൗഭരി യോഗി എന്ന നിലയിൽ നിന്ന് ഭ്രഷ്ടനായി ഭൗതിക ലോകത്തിൽ ഇന്ദ്രിയ ഭോഗങ്ങൾ അനുഭവിക്കാനായി പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടി വന്നു. ധ്യാനനിഷ്ഠനായിരിക്കുമ്പോൾ ആത്മീയമായ പരമാനന്ദത്തിൽ മുഴുകിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന മുനിയുടെ ഈ പതനം വൈഷ്ണവരോട് അപരാധം പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഗുണപാഠമായി അന്നും ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. തീരത്ത് നിൽക്കുന്ന ചങ്ങാതിമാരും ബന്ധുക്കളും കാളിയന്റെ കയത്തിൽ നിന്ന് കയറി വരുന്ന കൃഷ്ണനെ കണ്ടു സന്തുഷ്ടരായി. ശരീരം മുഴുവൻ ചന്ദനം പൂശി അമൂല്യമായ രത്നങ്ങളും വിലപിടിച്ച കല്ലുകളും കൊണ്ട് അലങ്കൃതനായി കനകം കൊണ്ട് അഭിഷേകം ചെയ്തതുപോലെ സർവാഭരണ വിഭൂഷിതനായി അദ്ദേഹം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വൃന്ദാവനവാസികൾ മുഴുവനും, ഗോപന്മാർ, ഗോപബാലന്മാർ, യശോദാമാതാവ്, നന്ദരാജാവ്, പശുക്കൾ എന്നു വേണ്ട ഏവർക്കും അവനെ കണ്ടപ്പോൾ ജീവൻ വീണ്ടു കിട്ടിയതുപോലെയായി. എല്ലാവരും ഉല്ലാസത്തിനും സന്തോഷത്തിനും ആമഗ്നരാകുന്ന അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ യശോദാമാതാവ്, രോഹിണി, നന്ദമഹാരാജാവ്, ഗോപന്മാർ എല്ലാവരും കൃഷ്ണനെ ആശ്ലേഷിച്ചു. അങ്ങനെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം നേടിയതായി അവർ കരുതി. എന്താണ് അവരുടെയൊക്കെ ഒരു ഭാഗ്യം! കൃഷ്ണനെ ആശ്ലേഷിക്കാൻ കിട്ടുന്ന ഒരു സൗഭാഗ്യം ഭയങ്കരം തന്നെ. എന്ത് രസാലേ! ബലരാമനും കൃഷ്ണനെ ആശ്ലേഷിച്ചു. എന്നാൽ അവൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം മറ്റുള്ളവരൊക്കെ അത്യന്തം ഉത്കണ്ഠാകുലരായിരുന്നപ്പോഴും കൃഷ്ണന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവനറിയാമായിരുന്നു. കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ യമുനാ തീരത്തെ വൃക്ഷങ്ങളും പശുക്കളും പശുക്കുട്ടികളും കാളകളും ഒന്നൊഴിയാതെ ആനന്ദ സമുദ്രത്തിൽ ആറാടുന്ന അവസ്ഥയായിരുന്നു. വൃന്ദാവനവാസികളായ ബ്രാഹ്മണർ ഭാര്യമാരുമൊത്ത് കൃഷ്ണനെയും കുടുംബാംഗങ്ങളെയും അനുമോദിക്കാൻ അവിടെ എത്തി. ബ്രാഹ്മണരെ സമൂഹത്തിന്റെ ആത്മീയ ആചാര്യന്മാരായാണ് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണന്റെ മോചനത്തിൽ അവർ കൃഷ്ണനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ആ അവസരത്തിൽ ദാനധർമ്മങ്ങൾ നടത്തേണ്ടതാണെന്ന് അവർ മഹാരാജ നന്ദനോട് പറഞ്ഞു. കൃഷ്ണൻ തിരിച്ചു വന്നതിൻ്റെ സന്തോഷ സൂചകമായി നന്ദ മഹാരാജ് സ്വർണ്ണാഭരണങ്ങളും അനേകം പശുക്കളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. നന്ദമഹാരാജാവ് ഇക്കാര്യത്തിൽ വ്യാപൃതനായിരിക്കെ യശോദാമാതാവ് കൃഷ്ണനെ പിടിച്ചു മടിയിലിരുത്തി കണ്ണീർ പൊഴിക്കുകയായിരുന്നു. അപ്പോഴേക്കും നേരം രാത്രിയായി. പശുക്കളും പശുപന്മാരും പശുക്കുട്ടികളും ഉൾപ്പെടെ വൃന്ദാവനവാസികൾ മുഴുവൻ ക്ഷീണിതരായിരുന്നു. അതിനാൽ അന്നു രാത്രി നദീതീരത്തു തന്നെ വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വിശ്രമിക്കുമ്പോൾ ഉറക്കത്തിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ പെട്ടെന്നൊരു കാട്ടുതീ പിടിപെട്ടു. വളരെ വേഗത്തിൽ ആ കാട്ടുതീ വൃന്ദാവനവാസികളെ മുഴുവൻ വിഴുങ്ങുമെന്ന് തോന്നി. അഗ്നിയുടെ ചൂട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ കളിക്കുകയായിരുന്നിട്ട് കൂടി അവർ പരമ്പൊരുളായ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, പരമ്പൊരുളായ ഭഗവാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബലരാമ, സർവശക്തികളുടെയും സംഭരണിയായുള്ളവനെ, സർവവും വിഴുങ്ങുന്ന സർവനാശം വരുത്തുന്ന ഈ അഗ്നിപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നിങ്ങളല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല. ഈ സർവസംഹാരകനായ അഗ്നി ഞങ്ങളെ മുഴുവൻ വിഴുങ്ങും. ഇങ്ങനെ അവൻ്റെ പാതാരവിന്ദങ്ങളല്ലാതെ മറ്റൊരാശ്രയവും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് അവർ കൃഷ്ണനെ പ്രാർത്ഥിച്ചു. തൻ്റെ ഗ്രാമവാസികളോട് കൃപ തോന്നിയ കൃഷ്ണൻ തൽക്ഷണം ആ കാട്ടുതീ മുഴുവനും വിഴുങ്ങിക്കളഞ്ഞു.
ആ കാട്ടുതീയിന്റെ മുന്നിൽ ചെന്നു നിൽക്കുകയും സ്വന്തം വാ തുറന്നുകൊണ്ട് അഗ്നിയെ പൂർണ്ണമായും സ്വന്തം ശരീരത്തിലേക്ക് അങ്ങ് ആവാഹിച്ചെടുക്കുകയായിരുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ അവരെ മുഴുവൻ ആ ആപത്കരമായ കാട്ടുതീയിൽ നിന്ന് രക്ഷിച്ചു. ആ ദാവാഗ്നി ആ സമൂഹത്തെ ആകമാനം കൊന്നു തിന്നുമായിരുന്നു. ആ ദാവാഗ്നി ആകമാനം ആ കാടിനെയും കാട്ടുവാസികളെയും വൃന്ദാവനവാസികളെയും വിഴുങ്ങിക്കളയുമായിരുന്ന ദാവാഗ്നിയെ പൂർണ്ണമായും സ്വന്തം ശരീരത്തിലേക്ക് അങ്ങ് ആവാഹിച്ചെടുത്തുകൊണ്ട് ആ അദമ്യമായ ചൂടിനെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് വൃന്ദാവനവാസികളെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും സസ്യലതാദികളെയും പുഴുക്കളെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കാൻ കൃഷ്ണൻ കാണിച്ച ആ ധൈര്യം, അതാണ് ശ്രീകൃഷ്ണൻ. സ്വന്തം എന്ന് പറയാൻ ആരുണ്ടെങ്കിലും അവരുടെ കൂടെ നിൽക്കാനും അവരെ സഹായിക്കാനും ഏത് തരം ത്യാഗം അനുഭവിക്കാനും കെൽപ്പുള്ള കഴിവുള്ള ആ ആത്മീയ സ്വരൂപത്തിന്റെ പേരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആ കാട്ടുതീയിനെ മുഴുവൻ ഇല്ലാതാക്കുകയും എല്ലാവരും കൃഷ്ണനെ അനുമോദിക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ കൃഷ്ണനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല എന്ന സത്യം നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതാണ് കൃഷ്ണൻ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. കാളിയന് അവിടെ നിന്ന് മോക്ഷം കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞയച്ച് കാളിയൻ പിന്നീട് ചെന്ന് അഭയം പ്രാപിച്ചത്, അവിടെ നിന്ന് കാളിയനെ കൊല്ലാതെ കാളിയൻ അവിടെ നിന്ന് പോവുകയും കാളിയൻ അഭയം പ്രാപിക്കാൻ സാധിച്ചത് അവിടെ നിന്ന് തൊട്ടടുത്ത പ്രദേശമായ നാഗാലയം എന്ന ദ്വീപിലാണ്. ആദ്യം താമസിച്ചിരുന്ന അതേ നാഗാലയത്തിൽ എല്ലാ സർപ്പങ്ങളെയും പരിരക്ഷിക്കുന്ന ഒരു സത്സ്വഭാവിയായ സദ്രൂപിയായ ഒരു നാഗസർപ്പമായിട്ടായിരുന്നു പിന്നീട് ഈ കാളിയന്റെ ജീവിതവാസം മുഴുവൻ. ആ നാഗാലയത്തിലെ ജീവിതം കൊണ്ട് നാഗാലയത്തിലെ മറ്റു നാഗങ്ങളെ പോലും സർവാത്മന നന്മയുടെ പാതയിലേക്ക്, ശ്രീകൃഷ്ണന്റെ പാതയിലേക്ക് നയിക്കുവാനുള്ള അതീവ പ്രേരണയായിട്ടായിരുന്നു നാഗാലയത്തിലെ പിന്നീടുണ്ടായ കാളിയന്റെ വാസം എന്ന് പറയുന്നത്. നാം ഓർക്കുക, ശ്രീകൃഷ്ണ ഭഗവാനെ നാം മനസ്സിൽ സ്മരിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ നടക്കും, നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദുധർമ്മ രക്ഷാസമിതി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുക, ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ യാത്ര പോവുക. തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിൽ വന്ന് ചേരും എന്ന പൂർണ്ണ വിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ. ആ വിശ്വാസത്തിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ കൃഷ്ണദർശനം ഇവിടെ പൂർണ്ണമാകുന്നു. തീർച്ചയായും നാളെ നമുക്ക് വീണ്ടും എല്ലാവരെയും കൃഷ്ണന്റെ അടുത്ത ഒരു സാന്ദർഭിക വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരട്ടെ. ഇനി നാളെ പ്രലംബാസുരവധം എന്ന പ്രശസ്തമായ ഭാഗമാണ് നാളത്തെ ദർശനം.